ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ചിലർക്കെങ്കിലും തോന്നിയിട്ടില്ലേ നമ്മുടെ മനസ്സ് ഒരു കടൽ പോലെയാണെന്ന്? കടലിങ്ങനെ രാവിലെ ശാന്തമായി തിരമാലകൾ ചെറുതായി നീങ്ങി പിന്നെ തിരമാലകൾ അങ്ങ് അടിച്ചു കയറുകയാണ്. എത്ര നല്ല ഉറക്കമുണർന്നാലും ചില ദിവസങ്ങൾ പ്രക്ഷുബ്ധമായിരിക്കും. അതുപോലെ തന്നെയാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സും. ഇങ്ങനെ ചിന്തകൾക്ക് മേലെ ചിന്തകൾ, അസ്വസ്ഥതകൾക്ക് മേലെ അസ്വസ്ഥതകൾ, പ്രാരാബ്ധങ്ങൾക്ക് മേലെ പ്രാരാബ്ധങ്ങൾ, ഇങ്ങനെ ഓരോ അലയാഴികളും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ അവിടെ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുന്ന ഒരു ഈശോയെ കണ്ടുപിടിക്കുക എന്നത് അസാധ്യമായി തോന്നാറുണ്ട്. തിരമാലകളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും കിടന്നുറങ്ങുന്നവനെ കാണാതെ പോകുന്നതാണ് പലപ്പോഴും സങ്കടങ്ങളിൽ തോറ്റുപോകാനുള്ള കാരണം. കണ്ണു നിറഞ്ഞ് കണ്ണുനീരൊഴുകുമ്പോൾ കാഴ്ചകൾക്ക് ഭംഗം വരുന്നു. ശരിയായ കളറോ ശരിയായ ആകൃതിയോ ഒന്നും കണ്ണുനീരിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുപോലെ തന്നെ നൊമ്പരങ്ങളുടെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, നഷ്ടങ്ങളുടെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലുള്ള നല്ല ഈശോയെ കണ്ടെത്താൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പോഴാണ് ചുറ്റുമുള്ളവരോട്, നമ്മളെ സ്നേഹിക്കുന്നവരോട് ദേഷ്യവും അസ്വസ്ഥതയും, അറിയാതെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഓർത്തു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തികട്ടി വരുന്നതും, അത് കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിവും പിന്നീട് അതേക്കുറിച്ച് ഓർത്തുള്ള സങ്കടവും എല്ലാം ചേർന്ന് ഒരു വല്ലാത്ത തിരമാലകളും ആഴികളും ചുഴികളും ഒക്കെ ഉള്ള ഒരു മനസ്സാണ് ചിലപ്പോഴെങ്കിലും നമ്മുടേത്. ശാന്തമാവുക, ഞാൻ ദൈവമാകാണ് എന്നറിയുക എന്ന് അവിടുന്ന് പറഞ്ഞു. നീ ശാന്തമായി ഇരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളുമെന്നും പറഞ്ഞു. ചില കാര്യങ്ങൾ നമുക്ക് ഉത്തരം കിട്ടാതാവും. എങ്ങോട്ട് പറഞ്ഞയക്കണമെന്നോ, എവിടെ സ്ഥിരപ്പെടുത്തണമെന്നോ, എവിടെയാണ് അവർക്ക് സുരക്ഷിതമായ ഒരിടം ഒരുക്കേണ്ടതെന്നോ ഒന്നും അറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന ചില മനുഷ്യർ, നമ്മുടെ ഉള്ള പ്രാരാബ്ദങ്ങളിൽ നിന്ന് ഇനിയും നമ്മളിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരുന്ന അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കുടിയേറി വരുന്ന ചിലര്, ഇതൊക്കെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന, കുടുംബത്തിലുള്ളവരുടെ മുഖം മാറ്റങ്ങളും ചുറ്റുമുള്ളവരുടെ കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ. ഇങ്ങനെ മനസ്സിന് സമാധാനമില്ലാതെ ചിന്തകളുടെ നീർച്ചുഴിയിൽ കറങ്ങിത്തിരിഞ്ഞ് ഉറങ്ങാൻ പോലും പറ്റാത്ത മനസ്സുകൾക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് അവിടുന്ന് പറഞ്ഞു. എന്നെ ഒന്ന് ശാന്തമായി ഇരുത്തേണമേ, നീ എനിക്ക് വേണ്ടി പൊരുതിക്കൊള്ളുമെന്നും എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് അടുക്കി വെച്ച് എനിക്ക് ശാന്തത പ്രദാനം ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നല്ല നാഥ, മനസ്സിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും സങ്കടങ്ങളെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കട്ടെ. എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിന്റെ സന്നിധി മാത്രമാണുള്ളത് എന്ന് നീ അറിയണമേ. നിന്റെ സാമീപ്യവും നിന്റെ സ്നേഹവും മാത്രമാണ് എനിക്ക് ആശ്വാസം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ടും തലോടലുകൾ കൊണ്ടും എന്നെ നിറയ്ക്കണമേ. ഞാനൊന്ന് ഉറങ്ങട്ടെ, ഉണരട്ടെ, പ്രവർത്തിക്കട്ടെ. ആമേൻ.